ശാന്തി ചിറ്റയാ? ആ ചിറ്റേ. എപ്പോ? എന്നിട്ട്? ഏയ് ഒന്നുമില്ല. ആണോ? പോയോ എന്നിട്ട്? ആ ഏയ് ഇവിടെ പ്രശ്നമൊന്നുമില്ല. അച്ഛനും മോനും തമ്മിൽ ചെറുതായിട്ടൊരു മുടിയുടെ കാര്യം പറഞ്ഞിട്ട്. ചിറ്റ അവൻ വരികയാണെങ്കിൽ ഒന്ന് വിളിക്കുമോ ഇങ്ങോട്ട്? ആ ഞാനും വിളിക്കാം. ശരി. അവൻ അവിടെ ചെന്നിരുന്നു ശാന്തി ചിറ്റയുടെ വീട്ടില്. ഞാൻ പറഞ്ഞില്ലേ അവിടെ കാണും. വേറെ എവിടെ പോയി? എന്നാ അവിടെ ഇല്ല. അവിടെ നിന്ന് പോയി വെളുപ്പിന് 5 മണിയായപ്പോ. എന്നാ പിന്നെ മണ്ട കൊണാപ്പിയൊക്കെ അവിടെ ചെന്നപ്പോ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞുകൂടായിരുന്നാ? അതെങ്ങനെ അവിടെ ചെന്നത്? അതൊന്നും പറഞ്ഞിട്ടല്ല. അവിടെ പ്രോഗ്രാം ഉണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ട് ചെന്നത്. പറയാൻ പറ്റുമോ അവർക്ക്? എന്റെ കുഞ്ഞ് എവിടെ പോയതാണോ ഇനി? അമ്മ ഇവിടെ തങ്കമ്മച്ചി ചോദിച്ചോക്ക്. ആരെ? തങ്കമ്മച്ചില്ലേ? പുഞ്ചരി അമ്മായിയെ പറ്റി പറയായിരിക്കും. അത് തന്നെ, പേര് മാറിപ്പോയി. ആ അമ്മായി എല്ലാ ദിവസവും ഓരോരോ വീടുകൾ കയറി ഇറങ്ങാറില്ലേ? എന്തോ നേരെ ആ അമ്മായി എല്ലാ ദിവസവും ഓരോരോ വീടുകൾ കയറി ഇറങ്ങാറില്ലേ? അതുകൊണ്ട് ആളോട് ചോദിച്ചോക്ക്. നീ ന്യായം പറഞ്ഞു വരരുത് കേട്ടാ. എല്ലാത്തിനും മൂലാറിന് ഇവിടാ. എന്റെ അവള് ന്യായം പറഞ്ഞു വരിക. വേണ്ട വേണ്ട, അവളെ ഒന്നും വെറുതെ വഴക്ക് പറയണ്ട. ഇതിന്റെ ഒന്നും മൂലകാരണം അവളൊന്നുമല്ല. തന്നെടാ, ഇതിന്റെ മൂലകാരണം ഞാൻ തന്നെ. നിനക്കെന്ത് തോന്നോടാ? എന്റെ ചെറുക്കനെ കാണാത്ത ടെൻഷനിൽ ഞാൻ നിൽക്കുന്നു. അവയിട്ട് കുത്തേണ് അവൻ. നീ ഏതാളിയടാ? എവിടത്തെ ആളിയാ? പോടാ ആളിയെ. കള 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 കള. ചേച്ചി എണീക്ക് വാ, പോ. എവിടെ പോവാൻ? എല്ലാ ബന്ധുക്കളെ വീട്ടിൽ പോയി അന്വേഷിക്കാം. അവിടേക്ക് ഞാനും പറഞ്ഞു. ഞാനും പറഞ്ഞു. പിന്നെ നിങ്ങൾ പോ. പിന്നെ നീയൊക്കെ പോ. ഞാൻ പറഞ്ഞില്ല, പോ. ഏതെങ്കിലും ഒന്ന് തീരുമാനിക്ക്. വാ, പോവാം, വാ. അമ്മ ഞാനും വരാം. നല്ല ബന്ധുക്കളടാ. ചെറുക്ക അവിടെ ചെന്നപ്പോ വിളിച്ചു പറയാത്ത ബന്ധുക്കള്. അച്ഛാ, ഞാൻ കിടന്ന് ഉറങ്ങാൻ പോവാ. നീലു, ഇടയ്ക്ക് വിളിക്കണേ. തുരുതുരാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുക. നടക്ക്. പ്രതാപന്റെ ഫോണും. അയാൾ തിരുവനന്തപുരത്തല്ലേ? അവൻ ഇവിടെയല്ലേ താമസിക്കണേ ഇപ്പൊ? പ്രതാപ. അയ്യോ എന്റെ മോൻ മാറി പറയടാ. നീ പിടിച്ചു നിർത്താത്തണ്ടേ അവനെ? കുഴപ്പമില്ല. അവ അവിടെ ചെന്നിരുന്നു കാപ്പിയും കുടിച്ചിട്ട് വേറെ എവിടെ ഇറങ്ങി പോയെന്ന്. കാപ്പിയും കുടിച്ചിട്ട് ഇറങ്ങി കാണിച്ചാ പേടിച്ചു പോയില്ല അളിയാ? ചേച്ചി എല്ലാവരും ഫോൺ നമ്പറൊക്കെ കയ്യിലുണ്ടല്ലോ. പിന്നെ എല്ലാ നമ്പറും ഉണ്ടല്ലോ, ഒക്കെ വിളിക്കണം കേട്ടോ. അതെന്നെ ഇവിടെ പറഞ്ഞത്. നടക്ക്. എന്റെ ദൈവമേ, ചെറുക്കനെ കണ്ടിട്ടെങ്കിൽ മതിയായിരുന്നു. എന്റെ ദൈവമേ, ചേട്ടനെ കണ്ടിട്ടിരുന്നെങ്കിൽ നന്നായിരുന്നു. അച്ഛാ, ഒന്നും കഴിക്കുന്നില്ലേ? എനിക്കൊന്നും വേണ്ട മോളെ, നിങ്ങൾ കഴിച്ചോ. വിഷ്ണുവേട്ടൻ ഇന്നലെ രാവിലെ പോയതാ. ഇതെവിടെ പോയതായിരിക്കും? അച്ഛനൊന്നും അറിഞ്ഞൂടാ. ചേച്ചി ചേച്ചി കരയാതിരിക്കേ. ഞാനെങ്ങനെ കരയാതിരിക്കും? ഇന്നലെ രാവിലെ പോയതാ എന്റെ കുഞ്ഞ്. ഇങ്ങനെ നോക്കിയിരിക്കാനല്ലാതെ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആർക്കെങ്കിലും പറ്റിയ? മുടി വെട്ടിക്കാനും ആട്ടിയിറക്കാനൊക്കെ എല്ലാവർക്കും പറ്റും. എന്റെ കുഞ്ഞിനെ അന്വേഷിക്കാൻ മാത്രം ആരുമില്ല. ഒരു കാര്യം ചെയ്യും, കാര്യമായിട്ട് തന്നെ അന്വേഷിക്കാം. അവൻ്റെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിൽ ഞാൻ സ്റ്റേഷനിൽ പോയിട്ട് വരാം. അളിയും വരുന്ന ഞാൻ എടുത്ത് പറഞ്ഞില്ല, നീ പോയിട്ട് വാ. അവൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് വാ. ചേച്ചി എടുത്തിട്ട് വാ. അമ്മേ, ദേ ചേട്ടൻ.
എവിടെ പോയിരുന്നടാ ഇതുവരെ? സോറി അമ്മ, മാമ സോറി. ഞാൻ ആ നേരത്തെ അറിയാതെ അച്ഛാ. ഡേയ്, അച്ഛൻ ഇപ്പൊ പറ, ഞാൻ ഈ മുടി ഇപ്പൊ പോയി വെട്ടിട്ട് വരാം. നീ മുടി വെട്ടണ്ടടാ. നിന്റെ ഈ പ്രായത്തിലല്ലേ മുടി വളർത്താൻ പറ്റൂ? നിന്റെ പ്രായത്തിലേ അച്ഛന് ഇതുവരെ മുടി ഉണ്ടായിരുന്നു. ശരിക്കും ശരിക്കുടാ. നാട്ടുകാരെന്തോ പറയണ്ടടാ, കൗമാരം തന്നെ അടിച്ച് പൊളിക്കണം. ഒരു മാമൻ എന്ന നിലയ്ക്ക് ഈ പ്രശ്നത്തെ അത്ര വലിയ നിസ്സാരമായിട്ട് കാണാൻ എനിക്ക് പറ്റില്ല കേട്ടോ. നീ അവിടെ നില്ല്.